രാവിലെ പത്രത്തിൽ കൊക്കൈൻ കേസിലെ മുഴുവൻ പ്രതിയെ വിട്ട് എന്ത് പറ്റിയത്? NDPS കേസിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കൊടുത്തു. സഹായിക്കാൻ കൊടുത്താണ്. പൊളിറ്റിക്കൽ പാട്രണേജ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് വസ്തുതയുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചല്ലോ. ഒരു കൊക്കൈൻ കേസിൽ, പ്രമുഖ സെലിബ്രിറ്റി ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് പൊളിറ്റിക്കൽ പാട്രണേജ് ആണ് എന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. 2015 ജനുവരി 31 കേസ് പിടിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചത് 2015 ആദ്യം മാർച്ച് 28. രണ്ടാമത്തെ കുറ്റപത്രം 2016 ഫെബ്രുവരി 11. അടുത്ത കാലത്ത് കേരളത്തിൽ വിട്ടുപോയൊരു കേസ് ഇതാണ്. അതിൻ്റെ സമയക്രമമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത് വ്യക്തമായില്ലേ? ആ അനുഭവം വെച്ചിട്ട് ഞങ്ങളെ വിമർശിക്കാൻ വരരുത്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഭവം മുൻനിർത്തി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ്. അന്ന് അതിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. NDPS നിയമത്തിന്റെ വിവിധ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ആ കേസിലെ സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണമായിട്ട് വരരുത് എന്ന് പറയാൻ നിർബന്ധിതനാവുകയാണ്. ഇതത് പറയേണ്ട സന്ദർഭമാണോ വെച്ചാൽ അദ്ദേഹം ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ടാണ്.